ഒരു വട്ടം ഒരു മൂവി കാണാൻ പോയപ്പോൾ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. എൻ്റെ കൂടെ ഒരു 5, 6 പേരുണ്ടായിരുന്നു. ടിക്കറ്റ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ രാവിലത്തെ ഷോക്ക് ഞങ്ങൾ പോയി ടിക്കറ്റ് കിട്ടിയില്ല. ആ സമയത്ത് ഈ ബുക്ക് മൈ ഷോ, ഈ പറഞ്ഞ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒന്നും ഇല്ല. ഉണ്ട്, ബട്ട് അതില് ആ ദിവസം തന്നെ നമുക്ക് മൂവി കാണാൻ പറ്റില്ല. മേ ബി 2 ഡേയ്സോ 3 ഡേയ്സ് ശേഷം ബുക്ക് ചെയ്ത് അങ്ങനെയുള്ള സംവിധാനമായിരുന്നു. നമുക്ക് തിയേറ്ററിൽ പോയി ക്യൂ നിന്ന് ടിക്കറ്റ് എടുത്താൽ മാത്രമേ നമുക്ക് ആ മൂവി കാണാൻ പറ്റുള്ളൂ. രാവിലെ പോയി ടിക്കറ്റ് കിട്ടിയില്ല. അടുത്ത ഷോ 2 മണി ഷോക്ക് ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഏകദേശം 3 മണിക്കൂർ നമ്മളവിടെ നിന്നേ പറ്റൂ. നമുക്ക് വേറെ വഴിയില്ല. അല്ലെങ്കിൽ പിന്നെ ബ്ലാക്കിൽ വാങ്ങിക്കണം. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പോ ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് എന്ത് ചെയ്തൂന്ന് വെച്ച് കഴിഞ്ഞാൽ, വലിയ ഒരു ചുമര് മതിലുണ്ടായിരുന്നു അവിടെ തിയേറ്ററിന്റെ അടുത്തായിട്ട്. അതിനകത്ത് കേറി നിൽക്കുന്നു. സോ അത് ടിക്കറ്റ് കൗണ്ടറിന്റെ ഭയങ്കര അടുത്തായിരുന്നു. സോ നമുക്ക് പെട്ടെന്ന് അതിനകത്ത് പോകാൻ പറ്റില്ല. ടിക്കറ്റിന്റെ അവിടെ എന്തെങ്കിലും ഒരു മൂവ്മെന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കേറിപ്പോയി നമുക്ക് എങ്ങനെയെങ്കിലും ടിക്കറ്റ് കിട്ടും. അതായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് ചെയ്ത നിറയെ പേരുണ്ടാവും. ഐ ആം സോ ഷുവർ അബൌട്ട് ഇറ്റ്. സോ ഞാനും അതുപോലെ നിൽക്കുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ആ ഒരു ചുമരിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു മതിലിൽ നിന്നും താഴെ വീഴുന്നു. ആ ഒരു ടൈം ആ ടിക്കറ്റ് എടുക്കുന്ന ആ കൗണ്ടറിൽ എന്തോ ഒരു മൂവ്മെന്റ് കണ്ട ടൈം ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഞാൻ താഴെ വീണു. എനിക്ക് ഈ കൈ ഭയങ്കര പെയിൻ ആയിരുന്നു. ഓക്കെ, ആ സമയത്ത് അതൊന്നും ഞാൻ നോക്കില്ല. അങ്ങനെ എണീറ്റു ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. ഒരു 5-മത്തെയോ 6-മത്തെയോ പേഴ്സൺ ആയിട്ട് ഞാൻ ഉണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്തു. മൂവിക്കകത്ത് കയറിയപ്പോഴാണ് മനസ്സിലായത് ഈ കൈ ഫ്രാക്ചറായി. ഈ കൈന് എന്തോ ഭയങ്കര അത്രയും പെയിൻഫുൾ ആയിരുന്നു. ആ മൂവി എന്ന് പറയണത് തളപതി വിജയുടെ തെറി എന്ന് പറഞ്ഞ മൂവിയായിരുന്നു. ഇത് നടന്നത് പാലക്കാട്ടുള്ള ഒരു തിയേറ്ററിലായിരുന്നു. സോ അത്രത്തോളം ആരാധകരുള്ള ഒരു ആക്ടറാണ് വിജയ്. റീസെന്റ് ആയിട്ട് വരുന്ന ഓരോ ന്യൂസുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എവിടേക്കോ നമുക്ക് ഇഷ്ടപ്പെട്ട പേഴ്സണിൽ നിന്നും മൂപ്പര് അകന്നകന്ന് പോകുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. എനിക്കും ഉണ്ടായി റീസെന്റ് ആയിട്ട് കേട്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ. സംതിങ് ഈസ് സോ പേഴ്സണൽ ടു ഹിം. സോ അതിനെക്കുറിച്ച് ഡീപ്പറായിട്ട് നമ്മൾ പോണില്ലെങ്കിൽ പോലും ഇപ്പൊ റീസെന്റ് ആയിട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങൾ. സോ മൂപ്പരുടെ ലാസ്റ്റ് സിനിമയായിട്ടുള്ള ജനനായകൻ എന്ന് പറഞ്ഞ മൂവി റിലീസിലിരിക്കെ അത് റിലീസായില്ല. ഏകദേശം 2 മാസേ ഞാനും ആ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അത് സ്റ്റിൽ അതിന്റെ ഇഷ്യൂസൊക്കെ സെൻസർ ബോർഡും തമ്മിലുള്ള ഇഷ്യൂസൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയത്താണ് ഒരു 2 വീക്സ് ഓർ 1 വീക്ക് ഏർലിയർ വിജയുടെ വൈഫായിട്ടുള്ള സംഗീത മാം അവർ വന്ന് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നു. സോ അതിനകത്ത് മെൻഷൻ ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രം 2021 മുതൽ വിജയിന് ഒരു ആക്ട്രസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഈ ഡിവോഴ്സ് എന്നുള്ള രീതിക്കായിരുന്നു അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ മാക്സിമം സോഷ്യൽ മീഡിയയിൽ ട്രോളായിരുന്നു. ബിക്കോസ് സോ ഹീ ഈസ് നോട്ട് ഗോയിങ് ടു ആക്ട് മോർ മൂവീസ്. വിജയ് ഇസ് ഇൻ ടു ദ പൊളിറ്റിക്സ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം 2-2.5 കൊല്ലമായി TVK എന്ന് പറഞ്ഞ ഒരു പാർട്ടി സ്റ്റാർട്ട് ചെയ്തിട്ട്. സോ ഫുൾ ആൻഡ് ഫുൾ പൊളിറ്റിക്സ്. ഈ വരുന്ന 2026 ഇലക്ഷനിൽ തമിഴ്നാട്ടിലെ CMന്റെ ആ ഒരു പോസ്റ്റിൽ മൂപ്പര് മത്സരിക്കാൻ പോവാണ്. ഇത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. കുറേ ഡിബേറ്റ്സും കുറേ കാര്യങ്ങൾ ഈ പൊളിറ്റിക്സുമായിട്ട് നമ്മൾ ഡീപ്പറായിട്ട് അതിനകത്ത് പോണില്ല. ബട്ട് ഈ ഒരു ടൈമിൽ ഈ ഡിവോഴ്സ് ഇഷ്യൂ വന്നപ്പോൾ കുറേ പേര് ഇതിനെ അഡ്വാൻറ്റേജസ് ആയി എടുത്തുകൊണ്ട് കുറേ മീംസ് ആൻഡ് വീഡിയോസ് നമുക്ക് എല്ലാവിടെയും കാണാൻ പറ്റും സോഷ്യൽ മീഡിയയിൽ. ബട്ട് വാട്ട് എക്സാക്ട്ലി ഗോയിങ് ഓൺ? ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന പെറ്റിഷനിൽ എന്താ പറയുന്നത് സംഗീത മാം? ആ പെറ്റിഷൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? അവർ ക്ലെയിം ചെയ്യണത് എന്തൊക്കെയാണ്? ഈ ഡിവോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യങ്ങൾ, അതിലുണ്ടായിരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. സോ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു. ഇതൊക്കെ ന്യൂസിൽ പറയണ കേൾക്കുമ്പോൾ ഭയങ്കര എക്സ്പോസ് ചെയ്ത് ഭയങ്കര മുകളുടെ ഇമേജിന് വാല്യൂ കമ്മിയാക്കുന്ന പോലെ രീതിക്കൊക്കെ നമുക്ക് കുറേ ന്യൂസുകൾ കേൾക്കാൻ പറ്റും. ആ ഒരു ടൈമിൽ ഈ ഒരു ഡിവോഴ്സിന്റെ ന്യൂസ് വരുന്ന ഈ ടൈമിലാണ് ഒരു മാരേജ് ഫംഗ്ഷന് വിജയ് ആൻഡ് തൃഷ, സോ ഇവർ 2 പേരുമേ ഒരു കാറിൽ ഒരുമിച്ച് വന്നിറങ്ങിയിട്ട് ആ മാരേജ് അറ്റൻഡ് ചെയ്യണം. ഇതും കൂടെ വന്നപ്പോൾ മൂപ്പരിനെ വെറുക്കുന്നവർക്കൊക്കെ അല്ലെങ്കിൽ മൂപ്പരിനെ ഇഷ്ടമല്ലാത്തവർക്കൊക്കെ ഇതൊരു അഡ്വാൻറ്റേജ് ആയി മാറി. ആ ഒരു മീംസും കുറേ കണക്റ്റിംഗ് ആയിട്ടുള്ള മീംസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാനൊരു വീഡിയോ അടക്കം കണ്ടു, ടൈം ലൈൻ ഓഫ് വിജയ് തൃഷ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര, അതായത് ആ ഓരോ പോസ്റ്റും പഴയ മൂവിയിൽ ആ അഭിനയിച്ചതും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ഇതെല്ലാമേ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ ഈ വീഡിയോ ബേസിക്കലി നോട്ട് ഗോയിങ് ടു ടേക്ക് എനി സ്റ്റാൻഡ് വിജയ് ഓർ സംഗീത ഓർ തൃഷ, ജസ്റ്റ് എന്താണ് നടന്നത്. സോ വിജയും തൃഷ, വി ആൾ നോ തൃഷ, സോ ഗില്ലിൽ ആക്ട്രസ്.
ഇവർ രണ്ടുപേരും കൂടെ ഒരേ കാറിൽ വന്നിറങ്ങി ആ മാരേജ് സെറമണിക്ക് വരുന്ന ആ ഒരു വിഷ്വൽ, ആ ഒരു വീഡിയോ ഇപ്പൊ ഭയങ്കര വൈറലായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഡിവോഴ്സിന്റെ ടൈമിൽ ഇതും വൈറലായി പോകുമ്പോൾ മൂപ്പരുടെ പൊളിറ്റിക്കൽ കരിയർ എന്നൊന്നുണ്ടല്ലോ, ഇപ്പൊ ഇലക്ഷൻ വരാൻ പോണ്. സോ അതിനെ എത്രത്തോളം ഇമ്പാക്ട് ചെയ്യും. സോ അതൊന്നും ആരും ഫോഴ്സ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമില്ല. ആ മാരേജിന് തൃഷയുടെ കൂടെ ഒരു കാറിൽ വന്നു എന്ന് പറയണത് കൊണ്ട് ഇത് അത്ര വലിയ ടോപ്പിക് അല്ല. ബട്ട് ഈ ഡിവോഴ്സ് ടൈമിൽ ഇതൊരു വലിയ ടോപ്പിക് ആയിട്ടാണ് എല്ലാവരും കാണുന്നത്. ഇപ്പൊ വന്ന ഈ ന്യൂ പെറ്റീഷനകത്ത് പറയുന്ന മേജർ ആയിട്ടുള്ള കാര്യത്തിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാട്രിമോണിയൽ ഹൗസിനകത്ത് എനിക്ക് താമസിക്കാനായിട്ട് പറ്റണം ഈ ഡിവോഴ്സ് കഴിയുന്നത് വരെ. അതിന് കോർട്ട് വിജയനെ ഓർഡർ ചെയ്യണം. കാരണം ഇപ്പൊ എന്നെ കൊണ്ട് അവിടെ താമസിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിക്കുള്ള ഒരു ക്ലെയിം ആ പെറ്റീഷനകത്തുണ്ട്. അതിനടുത്തതായിട്ട് തന്നെ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്ലെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയ് ആൾറെഡി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഇത് വന്നിട്ട് ഞാൻ ലീഗലായിട്ട് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിനകത്ത് വീട്ടിനകത്ത് കേട്ടില്ല എന്നുള്ള രീതിക്ക് വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നുള്ള ഈ ഒരു ക്ലെയിമും കൂടെ നമുക്ക് ഈ പെറ്റീഷനകത്ത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ദെൻ ദർ ഇസ് വൺ മോർ തിങ് ആസ് യൂഷ്വൽ. അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ, പെറ്റീഷൻ ആൾസോ ഇൻക്ലൂഡ് എ റിക്വസ്റ്റ് ഫോർ ദ പേയ്മെന്റ് ഓഫ് ഫെയർ ആൻഡ് റീസണബിൾ പെർമനന്റ് അലിമോണി. സോ ഈ ഡിവോഴ്സിന് ശേഷം എനിക്കും എൻ്റെ കുട്ടികൾക്കും വേണ്ടിയുള്ള ആ ഒരു സെറ്റിൽമെന്റ് അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ള കാരണം. അവസാനം എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എന്താ തോന്നുന്നത് എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.